സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം നീളും. കേസ് പരിഗണിക്കുന്നത് വീണ്ടും മാറ്റിവെച്ചു. പുതിയ ബെഞ്ച് കേസ് പരിഗണിക്കുമെന്ന് റിയാദ് ക്രിമിനൽ കോടതി അറിയിച്ചു. കേസിന്റെ പഠനവും പുതിയ ബെഞ്ച് നടത്തും. വിശാൽ ചെർപ്പുളശ്ശേരി വിവരങ്ങൾ നൽകും. വിശാൽ, പുതിയ ബെഞ്ച് ഇനി കേസ് പഠിച്ച് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ ഇനിയും റഹീമിന്റെ മോചനം നീളും എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? അതെ, അത് തന്നെയാണ് വിദ്യ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ സൗദി സമയം 8 മണിക്കാണ് ഈ കേസ് പരിഗണിക്കുക ഉണ്ടായത്. അതിനുശേഷം മറ്റൊരു ബെഞ്ചിന് ഇത് കേസ് മാറ്റുകയാണ് ഉണ്ടായത്. കൂടുതൽ പഠനത്തിന് ശേഷമായിരിക്കും ഇനി ഒരു നടപടി ഉണ്ടാവുക എന്നാണ് നമുക്ക് മീഡിയയിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഇന്നത്തെ സിറ്റിംഗിൽ ഓൺലൈനായി റഹീം, അതുപോലെ റഹീമിന്റെ അഭിഭാഷക സംഘം, അതുപോലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായിട്ടുള്ള യൂസഫ് കക്കഞ്ചേരി തുടങ്ങിയ വ്യക്തികൾ പങ്കെടുത്തിരുന്നു. ആ ഒരു സിറ്റിംഗിന് ശേഷമാണ് ഇത്തരത്തിലൊരു വീണ്ടും മറ്റൊരു ബെഞ്ചിന് കൈമാറിക്കൊണ്ടിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചത്. ഇനി നടക്കാനിരുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട തടവ് അടക്കമുള്ള ശിക്ഷകളിലാണ് ഇനി വിധി വരേണ്ടത്. നിലവിൽ 18 വർഷത്തിലേറെ റഹീം ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കി മോചന ഉത്തരവ് ലഭിക്കുമെന്നാണ് അടുത്ത സിറ്റിംഗോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു അനുകൂല വിധിയാണ് അടുത്തൊരു സിറ്റിംഗിൽ വരുന്നതെങ്കിൽ റഹീമിന് ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയും. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ അപ്പീൽ പോകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയാദിൽ നിന്ന് വിശാൽ ചെർപ്പുളശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.